JT കൊമേഴ്സിന്റെ 4ാം ദിവസത്തെ ക്ലാസ്സിലേക്ക് മുഴുവൻ സ്റ്റുഡൻസിനും സ്വാഗതം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ആദ്യത്തെ ചാപ്റ്ററിനെ പറ്റിയുള്ള തിയറി ക്ലാസ് എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്പെഷ്യൽ ഫണ്ടിന്റെയും സബ്സ്ക്രിപ്ഷന്റെയും പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മുഴുവൻ കൂട്ടുകാരും അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബെൽ ഐക്കൺ നിങ്ങൾ എനേബിൾ ചെയ്താൽ എന്റെ ഓരോ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ എങ്ങനെ നമുക്ക് 10 ദിവസം കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാമെന്നാണ് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. സോ 10 days പ്ലഡ്ജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി JT കൊമേഴ്സിന്റെ 4ാം ദിവസത്തിലെ ക്ലാസ്സിലേക്ക് സ്വാഗതം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ അതിന്റെ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. സാധാരണഗതിയിൽ ഒരു 3 മാർക്സിന് 2 മാർക്സിലൊക്കെ ആയിട്ട് ചെറിയ പ്രോബ്ലം അത് വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് അത് കുത്തിയിരുന്ന് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകുന്നതല്ല. പക്ഷെ നമുക്ക് ഒരു ഇടക്കാലത്തൊക്കെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കാമെങ്കിൽ ഒരു 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ഇടവിട്ടൊക്കെ നമുക്ക് ഒരു ചെറിയ ചോദ്യം നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്? ഒന്നാമത്തെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. 2009 ഓഗസ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം നമുക്ക് വായിക്കാം. The Yuvadhara Arts and Sports Club furnished the following information before you, seeking your help for preparation of receipts and payment account. Help them to prepare receipts and payment account as a commerce student. Receipts and payment account തയ്യാറാക്കുന്നതിനായി യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് താഴെ കൊടുക്കുന്ന വിവരങ്ങളുമായി നിങ്ങളുടെ സഹായം തേടുന്നു. ഒരു വാണിജ്യ വിദ്യാർത്ഥി എന്ന നിലയിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് അവരെ സഹായിക്കുക. താഴെ നമുക്ക് ചില ഐറ്റങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്ന് വായിക്കാം. സബ്സ്ക്രിപ്ഷൻ 5500, ഡൊണേഷൻ 3000, എൻട്രൻസ് ഫീ 1000, ടാക്സസ് 200, സാലറീസ് ആൻഡ് വേജസ് 3500, ലോക്കർ റെന്റ് റിസീവ്ഡ് 2100, ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് എന്ന ബ്രാക്കറ്റിലുണ്ട് 2100, ഇലക്ട്രിസിറ്റി ചാർജസ് 500, ടെലിഫോൺ ചാർജസ് 450, ഹോണറേറിയം ടു സെക്രട്ടറി 400, സെയിൽസ് ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 400, ഇൻഷുറൻസ് പ്രീമിയം 150. അപ്പൊ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യത്തിലെ ഓരോ ഐറ്റങ്ങളും പ്രധാനമായും എവിടെ പോകും അല്ലെങ്കിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ഷോർട്ട് ഫോം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോ ചെറിയ രീതി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കാമെങ്കിൽ റവന്യൂ ആണ് നിങ്ങൾ എഴുതേണ്ടത്. റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിൽ RR എന്നിടാം, റവന്യൂ പേയ്മെന്റ് ആണെങ്കിൽ RP എന്നിടാം, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് CR എന്നിടാം, ക്യാപിറ്റൽ പേയ്മെന്റ് ആണെങ്കിൽ CP എന്നിടാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് ഇത് എഴുതിയിട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പൊ നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരുന്ന ഐറ്റങ്ങളിൽ നേരെ പെൻസിൽ ഉപയോഗിച്ച് ചെറുതായിട്ട് നിങ്ങൾ സൂചിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ R എന്ന് എഴുതിയിട്ടാലും മതി റെസിപ്റ്റ്സിനും, P എന്ന് പേയ്മെന്റിനും ഇട്ടാൽ മതി. ക്യാപിറ്റൽ ആണെങ്കിൽ അത് ക്യാപിറ്റൽ, റെസിപ്റ്റ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ CR, അങ്ങനെ നിങ്ങൾ എഴുതിയിടുന്ന പെട്ടെന്ന് ചെയ്യാൻ കാര്യമാവും. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ പോകാം. ചോദ്യത്തെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ ഐറ്റവും എവിടെ പോകുമെന്ന് നിങ്ങൾ എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ആദ്യത്തെ ഐറ്റമായിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആണ് വേണ്ടത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റിലാണ്. നിങ്ങൾക്കറിയാം, സിമിലർ ടു ക്യാഷ് ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോ ഡൗൺ എന്നെഴുതണം. എന്തെഴുതണം? ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് ഓപ്പണിംഗ് നിങ്ങൾ എഴുതണം. ടു ബാലൻസ് ബ്രോ ഡൗൺ എഴുതുമ്പോൾ സാധാരണഗതി 2 എണ്ണം കാണാം. ക്യാഷ് ഇൻ ഹാൻഡ് കാണാം, ക്യാഷ് അറ്റ് ബാങ്ക് കാണാം. നമുക്കിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ ഉള്ളൂ ഈ ചോദ്യത്തിൽ. അതിന്റെ ബ്രാക്കറ്റിൽ ഓപ്പണിംഗ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതാണ് എഴുതുന്ന അകത്തേക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതാം. എന്താണ് എഴുതുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതി. എത്ര രൂപയാണ്? 2100 രൂപയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 2100 രൂപയാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഐറ്റം എന്താണ്? രണ്ടാമത് കിടക്കുന്ന ഐറ്റം സബ്സ്ക്രിപ്ഷൻ അല്ലെ. നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ അത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മാത്രമേ ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആകത്തുള്ളൂ ഈ ക്ലാസ്. അതുകൊണ്ട് തന്നെ നേരിട്ട് പ്രോബ്ലം കാണാതെ നിങ്ങൾ ആദ്യത്തെ
ഇതുവരെ നമ്മൾ 3 ദിവസങ്ങളിലായി 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 3 പാർട്ടുകളും കാണുന്നവർക്ക് വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളെ പറ്റിയും. സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5500 രൂപയാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. എത്രയാണ്? 5500 രൂപയാണ്. ഇനി തൊട്ടടുത്ത ഐറ്റം എന്താ നടക്കുന്നത്? അതെ, ഡൊണേഷൻ അല്ലെ. എന്തായിട്ടുണ്ട്? ഡൊണേഷൻ. അപ്പൊ ഡൊണേഷനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞു. ജനറൽ ആയ ഡൊണേഷൻ ഉണ്ടെന്നും സ്പെഷ്യൽ ഡൊണേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാം റെസിപ്റ്റ്സ് ആണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല, ജനറൽ ആയ ഡൊണേഷൻ ആണ്. അപ്പൊ ഡൊണേഷൻ എന്ന് പറഞ്ഞെടുക്കാം. ഡൊണേഷൻ എത്ര രൂപയാണ്? 3000 രൂപയാണ്. അപ്പൊ ആദ്യം 3 ഐറ്റങ്ങളായി അല്ലെ. അപ്പൊ ആദ്യം എന്താ എഴുതിയ? ബാലൻസ് ബ്രോഡൻ ഓപ്പണിംഗ് എഴുതി നമ്മള്. അതിനുശേഷം നമുക്ക് ഓരോ ഐറ്റവും നോക്കി വരുന്നു. സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ്സ് ആണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഡൊണേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ അല്ല, ജനറൽ പർപ്പസ്, പ്രത്യേകിച്ച് വർക്കിംഗ് നോട്ടുകളൊന്നും ഇല്ല. അപ്പൊ ഡൊണേഷൻ നമ്മുടെ റെസിപ്റ്റ്സ് ആണ് 3000 രൂപ. അപ്പൊ 3 ഐറ്റങ്ങൾ. അടുത്തായിട്ട് എൻട്രൻസ് ഫീ ആണ് അല്ലെ. എന്താണ് അടുത്ത? എൻട്രൻസ് ഫീ. അപ്പൊ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഈ ക്ലബിന്റെ ക്ലബിന്റെ പേര് യുവതാര ആർട്സ് സ്പോർട്സ് ക്ലബ് എന്നാണ് അല്ലെ. അപ്പൊ എൻട്രൻസ് ഫീ ആണ്. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞ എത്ര രൂപയാണ് പറഞ്ഞേ? 1000 രൂപ അല്ലെ. അപ്പൊ എത്ര രൂപയാണ്? 1000 രൂപയാണ് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു ഐറ്റം ഉണ്ട്. എന്താ ഐറ്റം? പറഞ്ഞോ. ലോക്കർ റെന്റ് റിസീവ്ഡ്. അപ്പോ ആദ്യമായിട്ട് കാണുന്നവർ ചോദിക്കും ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാം? അതൊക്കെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്. റെസിപ്റ്റ്സുകൾ, പ്രത്യേകിച്ച് റവന്യൂ റെസിപ്റ്റ്സുകളൊക്കെ കാണുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാവുന്നു. യുവതാരയുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് അടുത്ത ഐറ്റം ആണ് എന്താണ്? നമ്മൾ പറഞ്ഞു ലോക്കർ റെന്റ് റിസീവ്ഡ് അല്ലെ. എന്താ ഐറ്റം? ലോക്കർ റെന്റ് റിസീവ്ഡ്. ചെറുതായിട്ട് എഴുതിയാൽ മതി. ലോക്കർ റെന്റ് റിസീവ്ഡ്. എത്ര രൂപയാണ് ലോക്കർ റെന്റ് റിസീവ്ഡ് എന്ന് പറയുന്നത്? 2100 രൂപയാണ് അല്ലെ. അപ്പൊ അടുത്ത ഐറ്റം എന്താ കാണുന്നത്? സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ അല്ലെ. അപ്പൊ നമുക്കറിയാം റെസിപ്റ്റ്സ് ആണ്. അപ്പൊ അത് എഴുതുന്നു. അടുത്തൊരു ഇൻകം ആണ് സെയിൽസ് അല്ലെ. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. എത്ര രൂപ പറഞ്ഞേ? 400 അല്ലെ. അപ്പൊ നമുക്ക് പേയ്മെന്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. പേയ്മെന്റ് സൈഡിലെ ഐറ്റം ഏതൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഐറ്റം നമ്മൾ പറയുന്നു ഏതാണ്? സാലറി ആൻഡ് വേജസ്. അപ്പൊ നമുക്ക് ഇവിടേക്ക് എഴുതുന്നു ബൈ. ഈ പൈൻ ടു ഇപ്പൊ അങ്ങനെ എഴുതാറില്ല, നമ്മൾ അങ്ങ് എഴുതുന്നു ബൈ സാലറി ആൻഡ് വേജസ്. എന്താണ്? ബൈ സാലറി ആൻഡ് വേജസ്. അപ്പൊ സാലറി ആൻഡ് വേജസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 3500. എത്ര രൂപയാണ്? 3500. അടുത്ത ഐറ്റം പറഞ്ഞു. അതെ, ടാക്സസ് അല്ലെ. ടാക്സസ് എത്ര രൂപയാണ്? 200. അടുത്തത് എന്താണ്? അതെ, ഇലക്ട്രിസിറ്റി ചാർജസ്. എന്താണ്? ഇലക്ട്രിസിറ്റി ചാർജസ്. എത്ര രൂപയാ? ഇലക്ട്രിസിറ്റി ചാർജസ് എഴുതാം നമുക്ക് അല്ലെ. ഇലക്ട്രിസിറ്റി ചാർജസ് എത്ര രൂപയാ? 500. 500 രൂപയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജസ്. പേയ്മെന്റിൽ സാലറി ആൻഡ് വേജസ് എഴുതി, ടാക്സസ് എഴുതി, ഇലക്ട്രിസിറ്റി ചാർജ് എഴുതി അല്ലെ. അടുത്തത് ടെലിഫോൺ ചാർജ്. ഏതാണ്? ടെലിഫോൺ ചാർജ്. അപ്പൊ ടെലിഫോൺ ചാർജ് ആണ് അടുത്തത്. നമുക്ക് നോക്കാം. ടെലിഫോൺ ചാർജ് എത്ര രൂപയാ? 450 രൂപ അല്ലെ. ഇനി എന്താ ഉള്ളത്? അടുത്ത ഹോണറേറിയം ടു സെക്രട്ടറി. അപ്പൊ ഒരുപാട് എന്താണ് ഈ ഹോണറേറിയം ടു സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നേരത്തെയും പറഞ്ഞു തന്നെയാണ്. നമുക്ക് ക്ലബ്ബുകളിലൊക്കെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ക്ലബ്ബുകളിലും ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് വർഷത്തെ സേവനം അനുഷ്ഠിച്ച ആളുകൾ കാണും. അപ്പൊ അവരെയൊക്കെ നമ്മൾ അനുമോദിക്കുക എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു ഹോണറേറിയം അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു പൊന്നാട അണിയിക്കുക, അവർക്ക് ചിലപ്പോൾ ഒരു മൊമെന്റം കൊടുക്കുക, ഇങ്ങനെ വരുന്ന ചെലവുകൾ എന്ന് പറയുന്നു. അതാണ് ഹോണറേറിയം ടു സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഹോണററി ടു സെക്രട്ടറി എത്ര രൂപയാണ്? ഹോണററി സെക്രട്ടറി 400 രൂപ അല്ലെ. എത്രയാണ്? 400 രൂപയാണ് ഹോണറേറിയം സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് എന്താ ഉള്ളത്? ഇൻഷുറൻസ് പ്രീമിയം ആണ് അല്ലെ. 150 രൂപ ഇൻഷുറൻസ് പ്രീമിയം നമ്മുടെ പേയ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഇൻഷുറൻസ് പ്രീമിയം. എത്ര രൂപയാണ്? 150 രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം. അപ്പൊ ഓരോ കണക്ക് നിങ്ങൾ ചെയ്യുമ്പോഴും റെസിപ്റ്റ്സുകളും പേയ്മെന്റുകളും ഏതൊക്കെയാണ് എന്നതിനെ പറ്റി നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമാകും. കണക്കുകൾ കൂടുതൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഓരോന്നും ഏതൊക്കെയാണ് പേയ്മെന്റുകൾ, ഏതൊക്കെയാണ് റെസിപ്റ്റ്സുകളായിട്ട് വരുന്നത്, അതിൽ ക്യാപിറ്റൽ നേച്ചർ ഏതാണ്. അപ്പൊ അത് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പൊ നമ്മളിപ്പോ സാലറി, വേജസ്, ടാക്സസ്, ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് പേയ്മെന്റുകളാണ്. ഇപ്പൊ ഹോണററി സെക്രട്ടറിയുടെ കാര്യം ഞാൻ കുറച്ച് വിശദമാക്കി തന്നു. ഇൻഷുറൻസ് പ്രീമിയം, നമ്മൾ പ്രീമിയം എമൗണ്ട് അടയ്ക്കുന്നു. ഇതെല്ലാം എന്താണ്? ഈ പറഞ്ഞ ക്ലബിനെ സംബന്ധിച്ചിട്ട് അവരുടെ പേയ്മെന്റ് ആണ്.
നമ്മൾ എല്ലാ ഐറ്റവും എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്കിനി കൂട്ടിയെടുക്കാം. കൂട്ടിയെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾ കൂട്ടിയെടുക്കണം. എല്ലാവരും കാൽക്കുലേറ്റർ ഉപയോഗിക്കണം, കാൽക്കുലേറ്റർ വാങ്ങണം നമുക്ക്. അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണം കണക്ക് ചെയ്യാൻ. വളരെ ചെറിയ പൈസ നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ. പലരും അറിയാം ഒരു ബെഞ്ചിൽ ഒരു കാൽക്കുലേറ്ററും 5 പേരും ഇരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 100-300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാൽക്കുലേറ്റർ കിട്ടും. അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്തു വരണം. രണ്ട് സൈഡും നിങ്ങൾ ആദ്യം കൂട്ടി നോക്കുകയാണ് വേണ്ടത്. രണ്ട് സൈഡിലെയും കൂട്ടി നോക്കിയിട്ട് ഏറ്റവും വലിയ സംഖ്യ, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, +1 നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ രണ്ട് സൈഡ് നമുക്ക് കൂട്ടി നോക്കാം. അപ്പൊ നമുക്ക് ഈ സൈഡ് ഒന്ന് ആദ്യം കൂട്ടാൻ പോവാണ്, റെസിപ്റ്റ്സ് സൈഡ് നമുക്കൊന്ന് കൂട്ടാം. അപ്പൊ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 2100 അപ്പൊ എത്രയായി? ഈ സൈഡ് ഒന്ന് കൂട്ടി വരുമ്പോഴത്തേനും ഇവിടെ 2000, 7000, 10000, 10600, 11600, 11600, 13600, ഏകദേശം 14100 എന്ന് കിട്ടുന്നു. അപ്പൊ എത്ര കിട്ടി? ഈ സൈഡ് 14100. ഇവിടെ തുകകൾ നോക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറവാണ്. അപ്പൊ ഏറ്റവും വലിയ തുക കിട്ടിയിരിക്കുന്നത് 14100 എന്നാണ്. ഓക്കെ, 14100 ആണ് ഏറ്റവും വലിയ എമൗണ്ട് കിട്ടിയിരിക്കുന്നത്, 14100. അപ്പൊ ഈ സൈഡ് നമുക്കൊന്ന് കൂട്ടിയറിയാം. ഈ സൈഡ് ഏകദേശം നോക്കുമ്പോൾ 3500, 200, 500, 450, 400, 150, 5200 ഉള്ളു. അപ്പൊ എത്ര ഇവിടെ? 5200 ആണ് കാണുന്നത്. 14100 നിന്ന് 5200 കുറയ്ക്കണം. അപ്പൊ എത്ര വരും? 8900 വരും. എത്ര വരും? 8900 വരും. അപ്പോ 8900 രൂപ ഇതെന്താണ്? സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ അങ്ങനെയാണോ പറയുന്നത്? അല്ല, ഇത് ഏത് അക്കൗണ്ട് ആണ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് അല്ലെ, ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ്. ഇവിടെ ഒന്നും ചില ആളുകളൊക്കെ കൊണ്ട് ഇവിടെ സർപ്ലസ് അല്ലെ ഡെഫിസിറ്റ് എന്നൊക്കെ കൊണ്ട് എഴുതി വെക്കും. ചെയ്യരുത്. നമുക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓപ്പണിംഗും ക്ലോസിംഗും ബാലൻസ് ആണുള്ളത്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മുടെ ചോദ്യത്തിൽ എന്തില്ലായിരുന്നു? ക്ലോസിംഗ് ബാലൻസ് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 8900 അപ്പൊ എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലെ. ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് ബാലൻസ് ആണ്. നമുക്ക് എഴുതാം ബാലൻസ് സി ബാർ ഡി അല്ലെ, ക്യാരി ഡാഷ് ഇൻ ഹാൻഡ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയാണ്? 8900 രൂപ. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് നിങ്ങൾ വറിയിടാവേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എല്ലാ തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റവന്യൂ, ക്യാപിറ്റൽ എന്ന വ്യത്യാസമില്ലാതെ റെസിപ്റ്റ്സ് പേയ്മെന്റുകളെ നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. അപ്പോ ഐറ്റങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയണം അതൊരു റെസിപ്റ്റ്സ് ആണോ പേയ്മെന്റ് ആണോ എന്നുള്ളൊരു സാമാന്യ ഒരു യുക്തി ഉപയോഗിച്ച് മനസ്സിലാവുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും പറയാണ്, എത്രത്തോളം നിങ്ങൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഓരോ ഐറ്റത്തെ പറ്റി നിങ്ങൾക്ക് ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാകും. അപ്പൊ അതാണ് നമുക്ക് ഉണ്ടായി വരേണ്ടത്. ഓരോ ഐറ്റവും നമ്മൾ വളരെ വേഗത്തിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ ഒരു 2-3 മാർക്സ് സൈഡിൽ നമുക്ക് ഒരു 3 മാർക്കിനെങ്കിലും നമുക്ക് ചോദിക്കട്ടെ. എക്സാമിൽ പ്രീവിയസ് 2009 ചോദ്യമാണ് ചോദിച്ചതാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഇവിടെ ഒരു ഇയർ തന്നിട്ടില്ല. ഞാനിവിടെ ഫോർ ദ ഇയർ എൻഡ് 31 ഡിസംബർ 2020 ഞാൻ ഇട്ടതാണ് അവിടെ. അപ്പൊ നമുക്ക് ഒരു എക്സാം ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ. നിങ്ങൾക്ക് വീണ്ടും ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അങ്ങനെ അതിനുശേഷം ഞാൻ ഒരു ഹോംവർക്ക് ഇപ്പൊ തന്നെ വരും. ആ ഹോംവർക്ക് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഹോംവർക്കുകൾ ഒരുമിച്ച് തരുന്നുണ്ട്. അത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ അത് എഴുതിയെടുത്ത് അത് ചെയ്തു തന്നെ നോക്കണം. അങ്ങനെ നമുക്കത് പഠിച്ചു പോകാം. ഇവിടെ ഒരുപാട് ലിമിറ്റേഷൻ നമ്മുടെ ക്ലാസ്സിലുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഇടപെടുന്നതിനൊക്കെ ഒരുപാട് പരിധികളുണ്ട്. പക്ഷെ നമ്മുടെ ഈ പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് എത്രത്തോളം ആക്റ്റീവായി നിങ്ങളും കൂടി പങ്കെടുക്കുന്നിടത്താണ് ഞാൻ പറഞ്ഞു, ഇന്ററാക്ട് ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കൂ. നമ്മൾ അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാം. വീഡിയോ എല്ലാവരും ഇത് വീണ്ടും കാണാനുള്ള ഒരു അവസരമാണ്. സാധാരണ ക്ലാസ്സിനേക്കാൾ ഒരു വലിയ അഡ്വാൻറ്റേജസ് ഇതാണ്. നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ഈ പ്രോബ്ലം നിങ്ങൾക്ക് യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ മനസ്സിലാകും. വീണ്ടും ഒന്നുകൂടെ കാണാൻ മനസ്സിലായില്ലെങ്കിൽ അതെങ്ങനെയാണ് ഓരോ ഐറ്റം എടുത്തിരിക്കുന്നത്, അത് റെസിപ്റ്റ്സിലേക്കാണോ അതോ പേയ്മെന്റിലേക്കാണോ പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിനെ കൊണ്ട് പ്രോബ്ലം ഇപ്പോൾ അവസാനിച്ചത്. നാലാമത്തെ ദിവസത്തിലെ 4ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. തൊട്ടടുത്ത് തന്നെ നമ്മൾ 5ാമത്തെ പാർട്ട് വരുന്നു. ഇന്ന് തന്നെ നമ്മൾ 5ാമത്തെ പാർട്ടിലൂടെ കാണുന്നു. അപ്പൊ 4ാമത്തെ പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അടുത്ത പാർട്ടായിട്ടുള്ള 4ാം ദിവസത്തെ 5ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ 2009 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് ചെയ്യുന്നത്. 8 മാർക്കിന് പ്രീവിയസ് ചോദിച്ച ചോദ്യമാണത്. അതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യാതെ അത് കാണണം എല്ലാവരും.
എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക. അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ എന്റെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ക്ലാസ്സും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. നമുക്ക് ചെറിയ കാലയളവ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളിതൊരു വീഡിയോ എടുത്ത് എഡിറ്റിംഗിലേക്ക് പോയി ഇതിന്റെ പുറത്തൊരു വലിയ എഫേർട്ട് ഒറ്റയ്ക്ക് നിന്ന് ഇതെല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. അതിന്റെ ഒരു ചെറിയ കാലതാമസമാണ്. എങ്കിൽ കൂടി നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കും. 10 ദിവസം കൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ പരമാവധി പറയാൻ കഴിയുന്ന പ്രോബ്ലങ്ങളെല്ലാം തന്നെ പല പാർട്ടുകളായി തന്നെ ഇടുന്നതായിരിക്കും. മുഴുവൻ പേരോടും വീണ്ടും വീണ്ടും ഒരു അപേക്ഷ പോലെ വെക്കുകയാണ്, ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞ് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതാണ് ഒരുപക്ഷെ ഈ ചാനലിനെ ഏറ്റവും നല്ലോണം കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടായെങ്കിൽ അത് പറയണം. കാര്യം ഒരു തുടക്കമാണ്. നമ്മൾ ഒരുപാട് നാളുകളൊന്നും ആയില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്. അപ്പം ആ ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചുകൊണ്ട് നമ്മളെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ട് എങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഏത് രീതിയിലുള്ള, അത് നിങ്ങൾ പറയുന്ന ഒരു അഭിപ്രായമാണെങ്കിലും നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു കുറവായി കാണിച്ചു തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായി തിരുത്തുകയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ 4ാം ദിവസത്തെ 1ാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ട് എന്ന് പറയാം. 4ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും സൈനിങ് ഓഫ്, ജേക്കബ് തിരുവരത്ത്.
അടുത്തതായി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ വലിയ പ്രോബ്ലത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് എന്നതായിരിക്കും നമ്മുടെ ചോദ്യമായി തരുന്നത്. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. എല്ലാ വർഷവും ഏതാണ് +2 നമ്മുടെ ബോർഡ് എക്സാമിലേക്ക് വരുമ്പോൾ എല്ലാ വർഷവും നമുക്ക് 8 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്റർ നന്നായി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 10 മുതൽ 15 മാർക്കിനകത്ത് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് നന്നായി എല്ലാവരും ഈ ചാപ്റ്റർ വർക്ക് ചെയ്യണം. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. പല കുട്ടികളും പറഞ്ഞിനി വരുന്ന കാര്യമാണ്, സാർ ഭയങ്കര പാടാണ്, ആ ചാപ്റ്റർ വിട്ടിട്ട് ബാക്കി ഞങ്ങൾ പഠിക്കട്ടെ. ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസ് മുതൽ ഉണ്ടാവുകയും കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുകയും അടുത്ത ചാപ്റ്ററുകളിൽ പോകുമ്പോൾ പോലും ഇടയ്ക്ക് ഒരാഴ്ചയിൽ 1-2 തവണയെങ്കിലും നിങ്ങൾ ഈ ചോദ്യം ഏതെങ്കിലും ഒരു ചോദ്യം എടുത്തു വെച്ച് നിങ്ങൾ ചെയ്തു നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പറയട്ടെ, ഇത് നിങ്ങൾക്ക് ഉറപ്പായും ഒരു 10 അല്ലെങ്കിൽ 10-12 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് തന്നിരിക്കും. അതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലം നന്നായി ചെയ്തു പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അപ്പൊ നമ്മള് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സ്ക്രീനിൽ ചോദ്യം വരുന്നു. 2012 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ദ ഫോളോയിങ് ആർ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് സ്നേഹ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫോർ 31st December 2011. താഴെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 31 ഡിസംബർ 2011 തന്നിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഓരോ ഐറ്റങ്ങൾ വളരെ വേഗത്തിൽ നോക്കി പോകാം.